അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖൽഖല ഖുതുബ് ജദ് അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. പക്ഷെ അതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഖുതുബ് ജദ് അക്ഷരങ്ങൾ, നമ്മൾ ആ പറയുന്ന 5 അക്ഷരങ്ങളുടെ ശബ്ദം എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കില്ല. നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഈ ഖൽഖല അക്ഷരങ്ങൾ ചില സന്ദർഭത്തിൽ ചെറിയൊരു വേരിയേഷൻ നമ്മൾ ആ ചൊല്ലുന്ന സമയത്തുണ്ട്. ഖാഫ് നമ്മളത് വഖഫ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ, അതായത് നമ്മൾ നിർത്തിയിട്ട് കൽക്കലയുടെ അക്ഷരം നിർത്തുന്ന ഒരായത്ത് പോയി അവസാനിക്കുമ്പോൾ ആ ചൊല്ലുന്ന ശബ്ദത്തിനും അല്ലെങ്കിൽ ഇടയിൽ വരുന്ന ഒരു ശബ്ദത്തിനും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ വ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ കൃത്യമായിട്ട് ഒരു കമ്പനം, ഒരു നല്ല ശബ്ദത്തിൽ ആ അക്ഷരം പറയണം. അത് ഹൈഡായി പോകരുത് എന്ന് മാത്രമാണ് ഇതിൽ തജ്വീദിൽ ഉദ്ദേശമുള്ളത്. അപ്പോൾ അതിൻ്റെ മഖ്റജിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഖുൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അവസാനത്തെ അക്ഷരങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഖലഖ്, വഖബ്, ഉഖദ്, ഹസദ്. ഇതാണ് കുബ്ര, അതായത് കബീർ ശബ്ദത്തിൽ കൽക്കല പറയേണ്ട സന്ദർഭമാണ് ആയത്തിൻ്റെ അവസാനത്തിൽ വരുന്ന അക്ഷരങ്ങൾ. അപ്പോൾ ഇവിടെ ഫലഖ്, ഖലഖ്, വഖബ്, ഉഖദ്, ഹസദ്. അവിടെ ഒന്നും ഹസദ് എന്നൊന്നല്ല പറയുന്നത്. ആ അക്ഷരത്തെ ക്ലിയർ ആയിട്ട് കുബ്ര, അതായത് ഇതിന് ഈ സർക്കിളാക്കിയിട്ടുള്ള അക്ഷരങ്ങളെല്ലാം നല്ല ശബ്ദത്തിൽ, പരമാവധി ശബ്ദത്തിൽ പറയണം. എന്നാൽ ചില സന്ദർഭത്തിൽ നമ്മൾ അതിൻ്റെ അത്രയല്ലെങ്കിലും ചെറിയൊരു വ്യത്യാസം നമ്മളെ ഇടയിൽ നിർത്തുകയാണെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വലിയ ശബ്ദത്തിൽ പറയണം. എന്നാൽ സുഗ്റ, അതായത് സഗീർ എന്നുള്ള അവസ്ഥയിൽ ചെറിയൊരു വ്യത്യാസത്തോടു കൂടി, കാരണം അത് നമ്മൾ ഓതുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പം ജീമിൻ്റെ കാര്യം എടുക്കുക. നമ്മൾ ജീം വെച്ചിട്ട് ഒരു ഉദാഹരണം നോക്കുക. കദാലിക നജ്സി, ഉണ്ടോ, നജ്സി. അങ്ങനെ ജാക്ക് നേരത്തെ നമ്മൾ ആയത്ത് അവസാനിപ്പിച്ച പോലെയുള്ള അത്ര ഇല്ല. ഇവിടെ മുജിരിമീൻ. അപ്പോൾ അവിടെ ജ് എന്ന് കറക്റ്റായിട്ട് നമ്മൾ പറയണം. എന്നാൽ അവിടെ നേരത്തെ ഖാഫ് നമ്മൾ പറഞ്ഞതുപോലെ അത്ര കബീർ എന്ന വലിയൊരു ശബ്ദത്തിലല്ല ഇതിൽ നമ്മൾ ഓതുമ്പോൾ. അതുപോലെ തന്നെ അവസാനം നോക്കൂ, ഖുറൂജ്. അവിടെ നമ്മൾ കുറച്ചുകൂടെ 2 ജീമ് ചേർത്ത് വെച്ച പോലെ അത്രയും കട്ടിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇടയിൽ വന്നപ്പോൾ മുജിരിമീൻ, ഖുറൂജ്. അപ്പോൾ ആ ജ് എന്ന വാക്കും ഇടയിൽ വന്നപ്പോഴുള്ള വ്യത്യാസം അങ്ങനെ. ഇനി ദാലിൻ്റെ മറ്റൊരു എക്സാമ്പിൾ നോക്കുക. യഖൂലു ഖദ് ഉണ്ടോ, ഖദ് അഖദ്ന. ഇത് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്നാലാവട്ടെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. തജ്വീദിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിൽ പോകുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഇവിടെ യുരീദുല്ലാഹ്. അപ്പോൾ നമ്മൾ എൻഡ് ചെയ്ത ഒരായത്ത് അവസാനിക്കുമ്പോഴും ഇടയിൽ വരുമ്പോഴും ആ ഒരു വ്യത്യാസം അവിടെ കിടക്കും. സഗീർ, കബീർ, ചെറിയ ശബ്ദത്തിൽ കൽക്കല പറയാം എന്ന് വെച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓതുമ്പോൾ പെട്ടെന്ന് പ്രബലമായിട്ട് നമ്മൾ ഓതുന്ന സമയത്ത് നമുക്ക് ആ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യാൻ കഴിയില്ല. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഷെദ് ഉണ്ടല്ലോ, ഷെദ് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൽക്കലയുടെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഓൾറെഡി അത് കൽക്കലയുടെ ശബ്ദത്തിലേക്ക് ഷെദ്ദോടുകൂടി വന്നു. നമ്മളൊരു ലെറ്ററിനെ ഡബിൾ ശബ്ദത്തിൽ പറയുമ്പോഴാണല്ലോ കൽക്കലയുടെ ശബ്ദം വരുന്നത്. അപ്പോൾ അവിടെ ഹജ്ജ്. അപ്പോൾ അവിടെ ജീമ് ഓൾറെഡി കൽക്കലയുടെ അക്ഷരമാണ്. ബട്ട് നമ്മളവിടെ പറയേണ്ട കാര്യം, അത് കൽക്കലയായി വന്നു. 2 ജീമുകളെ ജ് എന്ന സൗണ്ടാണല്ലോ ഷെദ്ദോടുകൂടി വന്നത്. അപ്പോൾ സെയിം അതേപോലെ തന്നെയാണ് കൽക്കല നമ്മൾ എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതുപോലെ തന്നെ അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഈ ലെസണിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. വെരി സിമ്പിൾ. ഒന്ന് ചെറിയൊരു വോയിസ്, ഇന്ന് കബീറും സഗീറുമായിട്ട് ചെറിയൊരു വ്യത്യാസം നമ്മൾ ആ കൽക്കലയുടെ 5 അക്ഷരങ്ങൾ ഓതുമ്പോൾ ഖുർആനിൽ ഉണ്ടാവുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ബിൽ ഹജ്ജ് വ മുഖ്രിജ്, എൻഡ് വരുമ്പോൾ കുറച്ച് സ്ട്രോങ് ആവും, കബീറാവും. എന്നാലാവട്ടെ പിന്നെ എൻഡിലല്ലാതെ സെൻറ്ററിലൊക്കെ ഈ കൽക്കലയുടെ അക്ഷരങ്ങൾ നടുവിലൊക്കെ വരുന്ന സന്ദർഭത്തിൽ
ആ ഒരു ചെറിയൊരു വ്യത്യാസം അതിലുണ്ടാവുന്നു. ഇവിടെ ഖലഖസ്സമാവാതി അത് രണ്ടാമത്തെ ലൈനിൽ ഞാൻ ഓതിയത്. ഫസ്റ്റത്തത് ബിഗൈരിൽ ഹഖ്. അപ്പോൾ ഹഖ്, ഹക്ക് എന്ന് പറഞ്ഞാൽ പോരാ, ഹക്ക് ആ എടുത്തിടുന്ന ആ ഒരു ശബ്ദം, ആ ഒരു കമ്പനത്തോടു കൂടിയുള്ള ആ ഒരു ശബ്ദം കീപ്പ് ചെയ്യുക എന്നത് മാത്രമാണ് ഇതിൽ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല.